കേരള നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾ ഭരണപക്ഷത്തെ കടുത്ത പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. സംസ്ഥാന ദുർഭരണത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ സ്ത്രീകളും കുട്ടികളുമാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കേരളത്തിന്റെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളുടെ വ്യാപ്തി തുറന്നു കാണിക്കുകയാണ്. രാജ്യത്തിന് മാതൃകയായി കണക്കാക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിലുള്ള ആശങ്ക അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. കേരളത്തിൽ സ്ത്രീകൾക്ക് ഒരിടത്തും സുരക്ഷിതമായി സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും പൊതുവിടങ്ങളിൽ മാത്രമല്ല വീടിനുള്ളിൽ പോലും അവർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ അരക്ഷിതാവസ്ഥ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് നിയമപാലന സംവിധാനത്തിന്റെ പരാജയമാണ് വിളിച്ചോതുന്നത്. സാമൂഹിക നീതിയെക്കുറിച്ചും ലിംഗസമത്വത്തെക്കുറിച്ചും സംസാരിക്കുന്ന സർക്കാർ അടിസ്ഥാനപരമായി പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം ശക്തമായി വാദിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണ പ്രഖ്യാപനങ്ങളെക്കാൾ അവർക്ക് ഭയരഹിതമായി ജീവിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും എന്നാൽ നിലവിലെ ഭരണം അതിൽ ദയനീയമായി പരാജയപ്പെട്ടുവെന്നും സതീശൻ ചൂണ്ടിക്കാട്ടുകയാണ്. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്തായ ലഹരി മാഫിയക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ്. കേരളം ഇന്ന് ലഹരി തലസ്ഥാനമായി മാറിക്കഴിഞ്ഞു എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ ശരിവെക്കുന്നതാണ്. എന്നാൽ ഇതിലും ഗൗരവമായത് ഈ ലഹരി മാഫിയയ്ക്ക് രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്നത് CPM ആണ് എന്ന ആരോപണമാണ്. ഭരണകക്ഷിയുടെ പ്രാദേശിക ഘടകങ്ങളുടെ ഒത്താശയോടും സഹായത്തോടെയുമാണ് ലഹരി മാഫിയ സംസ്ഥാനത്ത് വേരൂന്നിയത്. രാജ്യത്ത് ഏറ്റവും അധികം ലഹരി വിൽക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയതിന് പിന്നിൽ ഈ രാഷ്ട്രീയ പിന്തുണയുണ്ടെന്നും അദ്ദേഹം വാദിക്കുകയാണ്. ലഹരിയുടെ വ്യാപനം യുവതലമുറയെ തകർക്കുന്നതിനോടൊപ്പം അത് സാമൂഹിക അന്തരീക്ഷത്തെയും ക്രമസമാധാനത്തെയും ബാധിക്കുകയാണ്. ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതും സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ ഒരു വശത്ത് ലഹരിക്കെതിരെ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് സ്വന്തം പാർട്ടി ഘടകങ്ങൾ വഴി ലഹരി മാഫിയയ്ക്ക് സംരക്ഷണം നൽകുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് ഇപ്പോൾ വഴിമരുന്നിട്ടിരിക്കുകയാണ്. ലഹരി മാഫിയയെ ശക്തമായി നേരിടുന്നതിൽ പോലീസ് സംവിധാനം പരാജയപ്പെട്ടുവെന്നതിന്റെ കാരണം ഈ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർക്കുകയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റിലെ വീഴ്ചകളെയും പ്രതിപക്ഷം രൂക്ഷമായി വിമർശിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന പ്രയോഗം വഴി കേരളം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ നികുതി പിരിവ് സംവിധാനം പൂർണ്ണമായും താറുമാറായ നിലയിലാണ്. കാര്യക്ഷമതയില്ലാത്ത നികുതി പിരിവും നികുതി വെട്ടിപ്പുകൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന നിലപാടും കാരണം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുകയാണ്. ഇതിന്റെ ഫലമായി ദൈനംദിന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സർക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന മറ്റൊരു വിഷയം വിലക്കയറ്റമാണ്. വിലക്കയറ്റം വന്നപ്പോൾ വെറുതെ നോക്കി നിന്നവരാണ് പിണറായി സർക്കാർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. പൊതുവിതരണ സമ്പ്രദായത്തിലെ നെടുംതൂണായ സപ്ലൈകോയെ തകർത്ത് തരിപ്പണമാക്കിയതോടെ സാധാരണക്കാർക്ക് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത തന്നെ ഇല്ലാതായി. സപ്ലൈകോയുടെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞതും വിലവർധനവ് പിടിച്ചു നിർത്താൻ സർക്കാരിന് കഴിയാതെ വന്നതും ജനജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ആരോഗ്യ മേഖലയിലെ പ്രഖ്യാപിത നേട്ടങ്ങളെ സതീശൻ ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. നൂലും സൂചിയും പഞ്ഞിയും വാങ്ങിക്കൊണ്ട് മാത്രമേ ആശുപത്രിയിൽ പോകാൻ കഴിയൂ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ദൗർലഭ്യം തുറന്നു കാട്ടുകയാണ്. പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ ദുർബലമാവുകയും സാധനങ്ങൾ വാങ്ങാൻ പോലും ഫണ്ടില്ലാതെ ആശുപത്രികൾ വലയുകയും ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണെന്ന് അദ്ദേഹം വീണ്ടും ചൂണ്ടിക്കാട്ടുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളുടെ നിത്യജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നതിന്റെ നേർചിത്രമാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരം CPM-നെ ഭ്രാന്തമായ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു എന്നും വി.ഡി. സതീശൻ ആരോപിക്കുകയാണ്. 2026-ൽ കനത്ത തോൽവി ഉണ്ടാകുമെന്ന വിഭ്രാന്തിയാണ് CPIM എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ ഭരണപക്ഷത്തിന് നേരിട്ട തിരിച്ചടികളെയും പാർട്ടി ഘടകങ്ങളിലെ ആത്മവിശ്വാസക്കുറവിനെയും സൂചിപ്പിക്കുകയാണ്. ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത, അഴിമതി ആരോപണങ്ങൾ, പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ തകർച്ച, ലഹരി മാഫിയയുടെ പിന്തുണ തുടങ്ങിയ വിഷയങ്ങളെല്ലാം CPM-ന് ശക്തമായ ജനവികാരം രൂപപ്പെടുത്താൻ കാരണമാക്കിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷമായ UDF വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ UDF-ന് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പ്രതിപക്ഷ നേതാവ് 2026-ൽ UDF 100-ലധികം സീറ്റ് നേടി വിജയിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് കേവലം ഒരു പ്രവചനം എന്നതിലുപരി
സർക്കാരിന്റെ വീഴ്ചകൾ മുതലെടുത്ത് അധികാരം തിരിച്ചു പിടിക്കാനുള്ള UDFന്റെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഭരണകക്ഷിയുടെ പരാജയങ്ങളും പ്രതിപക്ഷത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസവും കേരള രാഷ്ട്രീയം ഒരു സുപ്രധാന വഴിത്തിരിവിലേക്കാണെന്ന് സൂചന നൽകുകയാണ്. പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിന് തൊട്ടു പിന്നാലെ ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു സംഭവത്തിന് നിയമസഭ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിഷ്കരണത്തിനെതിരെ നിയമസഭ പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം സംസ്ഥാന ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയുമായി ബന്ധപ്പെട്ടതിനാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിലനിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. പ്രമേയത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും ചെയ്തു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചില നടപടികൾ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലേക്കും ജനാധിപത്യ അവകാശങ്ങളിലേക്കും കടന്നു കയറുന്നതിലുള്ള ആശങ്കയാണ് ഈ പ്രമേയത്തിലൂടെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരുപോലെ പ്രകടിപ്പിക്കുകയും ചെയ്തത്. പ്രമേയത്തിന്മേൽ ലീഗ് MLA-മാരായ U ലത്തീഫ്, NM ഷംസുദ്ദീൻ ഭേദഗതികൾ അവതരിപ്പിക്കുകയും ചർച്ചയിൽ പങ്കുചേരുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേരള നിയമസഭ ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന ശക്തമായ സന്ദേശം രാജ്യത്തിന് നൽകിയിട്ടുമുണ്ട്. അടിസ്ഥാന ജനാധിപത്യ തത്വങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേരള നിയമസഭാ നിർമ്മാണ സഭ കാണിച്ച ഈ ഐക്യം ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവമായി മാറുകയും ചെയ്യുകയാണ്. VD സതീശന് ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങളെല്ലാം കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല, അവ കേരള സമൂഹം ഇന്ന് നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിലെ വീഴ്ച, ലഹരിയുടെ വ്യാപനം, പൊതുവിതരണ സമ്പ്രദായത്തിലെ തകർച്ച, ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യമില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളെല്ലാം സാധാരണ പൗരന്മാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ വിമർശനങ്ങൾക്കപ്പുറം ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹാരം കാണേണ്ടത് സംസ്ഥാന സർക്കാരിന് ധാർമ്മികവും ഭരണഘടനാപരവുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ലഹരി മാഫിയയ്ക്ക് രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്നു എന്ന ആരോപണം പൊതുസമൂഹത്തിൽ വലിയ ആശങ്കകൾ കൂടി വഴിവെച്ചിട്ടുണ്ട്. ഈ ആരോപണത്തെ സർക്കാർ ഗൗരവമായി കാണുകയും ലഹരിക്കെതിരായ പോരാട്ടത്തിൽ തങ്ങൾ ആത്മാർത്ഥതയുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പൊതുവിതരണ സംവിധാനം തകരുന്നതും ആരോഗ്യ സേവനങ്ങൾ മുടങ്ങുന്നതും സർക്കാരിന്റെ പരാജയമായി മാത്രമേ വിലയിരുത്താൻ കഴിയുകയുമുള്ളൂ. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ കേവലം രാഷ്ട്രീയ പകപോക്കലായി കാണാതെ ഭരണകൂടം സ്വയം തിരുത്തലിന് തയ്യാറായാൽ മാത്രമേ ഈ ഗുരുതരമായ പ്രതിസന്ധികളിൽ നിന്ന് കേരളത്തിന് കരകയറാൻ സാധിക്കുകയുള്ളൂ. 2026 തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ഏതായാലും നിലവിലെ ഭരണവീഴ്ചകൾ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിലെ മുഖ്യ ചർച്ചാ വിഷയം എന്നതിൽ സംശയമില്ല.